ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന പേപ്പറിലെ 4th മൊഡ്യൂളിലെ ടോപ്പിക് ആണ്. ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ മെൻഷൻ ചെയ്തതുപോലെ 4th മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് 7 ടോപ്പിക്സ് ആണ് വരുന്നത്. ഇമ്പാക്ട് ഓഫ് പൊല്യൂട്ടൻസ്, ടൈപ്സ്, സ്കെയിൽ ഓഫ് പൊല്യൂട്ടന്റ്, ഗ്ലോബൽ ആൻഡ് ലോക്കൽ പൊല്യൂട്ടൻസ്, ക്ലൈമറ്റ് ചേഞ്ച്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, deforestation, land degradation, impact of development on vegetation and wildlife. So, ഈ 7 ടോപ്പിക്സിൽ impact of pollutants types കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലൈമറ്റ് ചേഞ്ച്, ഡിഫോറസ്റ്റേഷൻ ആൻഡ് ലാൻഡ് ഡിഗ്രഡേഷൻ ഈ 3 ടോപ്പിക്സും 3rd മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലോക്കൽ പൊല്യൂട്ടൻസ് and global pollutants and ozone layer depletion. So ഈ 2 ടോപ്പിക്കും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So first നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് global pollutants and local pollutants or difference between local pollutants and global pollutants ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. First local pollutants. എന്തായിരിക്കും local pollutants? Pollutants that cause damage near the emission source. ഒരു particular pollutant ആ പൊല്യൂട്ടന്റിന്റെ എമിഷൻ സോഴ്സിന് നിയർ ബൈ ആയിട്ടുള്ള ഏരിയനെ കണ്ടാമിനേറ്റഡ് ആക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ ലോക്കൽ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രം ഈ പൊല്യൂട്ടൻസ് കണ്ടാമിനേറ്റഡ് ആക്കുകയാണെങ്കിൽ പൊല്യൂട്ടൻസിനെ ലോക്കൽ പൊല്യൂട്ടൻസ് എന്ന് പറയാനായിട്ട് പറ്റും. Say for example, ഇപ്പോൾ ഫാക്ടറി എക്സോസ്റ്റിൽ നിന്നും വരുന്ന പൊല്യൂട്ടൻസ് ആ ഫാക്ടറിയും അതിന് നിയർ ബൈ ആയിട്ടുള്ള ഏരിയയുടെ അറ്റ്മോസ്ഫിയറിക് എയറിനെ ആയിരിക്കും കണ്ടാമിനേറ്റഡ് ആക്കുന്നത്. അപ്പൊ ഫാക്ടറിയിൽ നിന്നുള്ള പൊല്യൂട്ടൻസിനെ നമുക്ക് ലോക്കൽ പൊല്യൂട്ടൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ ലോക്കൽ പൊല്യൂട്ടൻസിന് എക്സാമ്പിൾ ആണ് ട്രാഫിക്. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ട്രാഫിക് ഓട്ടോമൊബൈൽ എക്സോസ്റ്റിൽ നിന്നും വരുന്ന പൊല്യൂട്ടൻ ഒരു പെർട്ടിക്കുലർ ഏരിയ പൊല്യൂട്ടഡ് ആക്കുകയാണെങ്കിൽ ആ പൊല്യൂട്ടൻസിനെ നമുക്ക് ലോക്കൽ പൊല്യൂട്ടൻസ് എന്ന് വിളിക്കാം. കൺസ്ട്രക്ഷൻ സൈറ്റ്സ്, നമ്മൾ ഈ കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ നടക്കുമ്പോൾ ആ കൺസ്ട്രക്ഷൻ വേസ്റ്റ് ഒക്കെ ഒരു പെർട്ടിക്കുലർ ലാൻഡ് ഫില്ലിൽ കൊണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രമേ പൊല്യൂട്ടഡ് ആകുന്നുള്ളൂ. സോ ആ കൺസ്ട്രക്ഷൻ വേസ്റ്റിനെ നമുക്ക് ലോക്കൽ പൊല്യൂട്ടൻസ് എന്ന് പറയാം. അതുപോലെ ഡൊമസ്റ്റിക്, നമ്മൾ ഈ ഡൊമസ്റ്റിക് വേസ്റ്റ് ഒരു പെർട്ടിക്കുലർ ലാൻഡ് ഫില്ലിൽ കൊണ്ട് ഡംപ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരു ഏരിയ പൊല്യൂട്ടഡ് ആകുകയാണ്. സോ അത് ഒരു ലോക്കൽ പൊല്യൂഷൻ ആണ്. ദെൻ ഹീറ്റിംഗ്, അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് വഴി ഒരു പെർട്ടിക്കുലർ ഏരിയ പൊല്യൂട്ടഡ് ആകുന്നുണ്ട്. സോ അത്തരത്തിലുള്ള പൊല്യൂഷനെ നമുക്ക് ലോക്കൽ പൊല്യൂഷൻ എന്ന് പറയാം. ആ പൊല്യൂഷന് കാരണമായ പൊല്യൂട്ടൻസിനെ ലോക്കൽ പൊല്യൂട്ടൻസ് എന്ന് പറയാം. ഓക്കെ. Then next comes the global pollutants. Global pollutants cause damage by concentrating on the atmosphere. Global pollutants എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പൊല്യൂട്ടൻസിന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ കൂടി വരുമ്പോൾ ഗ്ലോബലി നമ്മുടെ എൻവയോൺമെന്റിനെ ഹാർംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ ഗ്ലോബൽ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ വളരെ കൂടുകയാണ്. ഓക്കെ, അപ്പോ അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണം ആകുന്നു. സോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത് ഗ്ലോബൽ പൊല്യൂട്ടന്റ് കാറ്റഗറിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗ്ലോബലി എൻവയോൺമെന്റൽ പൊല്യൂട്ടഡ് ആക്കുന്ന പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ ഗ്ലോബൽ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോക്കൽ ആൻഡ് ഗ്ലോബൽ പൊല്യൂട്ടൻസ് ഡിഫറൻസ് ക്ലിയർ ആയോ? ലോക്കൽ പൊല്യൂട്ടന്റ് എന്ന് പറയുമ്പോൾ ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഒരു പെർട്ടിക്കുലർ ഏരിയാസ് പൊല്യൂട്ടഡ് ആക്കുന്ന പൊല്യൂട്ടൻസിനെയാണ് ലോക്കൽ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്ലോബൽ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് ചില പൊല്യൂട്ടൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ അതിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് നമ്മുടെ ഹോൾ എൻവയോൺമെന്റിനെ പൊല്യൂട്ടഡ് ആക്കുന്ന ടൈപ്പ് ഓഫ് പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ ഗ്ലോബൽ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ 2 ടോപ്പിക്കും ക്ലിയർ ആയോ? സോ നെക്സ്റ്റ് നമുക്ക് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന ടോപ്പിക്കിലോട്ട് കിടക്കാം. ഓസോൺ ലെയർ ഡിപ്ലീഷനിലോട്ട് കടക്കുന്നതിന് മുന്നേ എന്താണ് ഓസോൺ എന്ന് പറയാം. ഓസോൺ ഇസ് O3, a gas composed of 3 atoms of oxygen. അപ്പോ O3 നെയാണ് നമ്മൾ ഓസോൺ എന്ന് പറയുന്നത്. ഇനി
എന്താണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിലെ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ വേരിയസ് ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസനോസ്ഫിയർ, അയണോസ്ഫിയർ, തെർമോസ്ഫിയർ എക്സെട്ര. ഈ ലെയേഴ്സിലെ സ്ട്രാറ്റോസ്ഫിയറിലെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് നമ്മുടെ ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഓസോൺ ലെയർ ഇൻ ദി സ്ട്രാറ്റോസ്ഫിയർ serves as a shield protecting the earth's surface from sun's deadly ultraviolet radiation. സോ ഈ ഓസോൺ ലെയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സണ്ണിൽ നിന്നും വരുന്ന ഹാർംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷനെ എർത്തിന്റെ സർഫസിലോട്ട് വരാണ്ട് ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന ഒരു പ്രൊട്ടക്റ്റിംഗ് ഷീൽഡ് ആണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. സോ ഓസോൺ ലെയർ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. As ozone absorbs UV radiation, it is broken down into oxygen molecule and an electronically excited oxygen radical. So, നമ്മുടെ ഓസോൺ ലെയറിൽ സണ്ണിൽ നിന്നുള്ള ഹാർംഫുൾ UV റേഡിയേഷൻ തട്ടുമ്പോൾ ഓസോൺ UV റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഓസോണില് O3 UV റേഡിയേഷനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സിജൻ ആൻഡ് O radical, oxygen radical form ചെയ്യും. The oxygen molecule and the oxygen radical then combine to form a new ozone molecule available to absorb more UV radiation. So once the ozone ultraviolet radiation absorb ചെയ്ത് oxygen and oxygen radical form ചെയ്യുന്നുണ്ട്. Again ഈ oxygen molecule oxygen റാഡിക്കലും കമ്പൈൻ ചെയ്ത് മോർ ആൻഡ് മോർ ഓസോൺ ഫോം ചെയ്യും. അങ്ങനെ ഈ ഓസോൺ സണ്ണിൽ നിന്നും വരുന്ന ഹാർംഫുൾ UV റേഡിയേഷനെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, nearly 90% of Earth's ozone is in the stratosphere and is referred to the ozone layer. അപ്പോ നമ്മുടെ എർത്തിലെ 90% ഓസോണും സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ ലെയറിലാണ് അടങ്ങിയിരിക്കുന്നത്. സോ സ്ട്രാറ്റോസ്ഫിയറിക് ലെയറിനെ നമ്മൾ ഓസോൺ ലെയർ എന്ന് പറയും. ഓക്കെ, the next point, ozone absorbs a band of ultraviolet radiation called ultraviolet B. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഓസോൺ സണ്ണിൽ നിന്നും വരുന്ന ultraviolet B റേഡിയേഷനെ അബ്സോർബ് ചെയ്ത് ഓക്സിജൻ മോളിക്യൂൾ ആൻഡ് റാഡിക്കൽ ഓക്സിജൻ ആയിട്ട് കൺവേർട്ട് ആകുന്നു. Again ഈ ഓക്സിജൻ മോളിക്യൂൾ ആൻഡ് ഓക്സിജൻ റാഡിക്കൽ കമ്പൈൻ ചെയ്ത് മോർ ആൻഡ് മോർ ഓസോൺസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോ എന്താണ് ഓസോൺ, എന്താണ് ഓസോൺ ലെയർ, ക്ലിയർ ആയോ? Then next നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓസോൺ ഡിപ്ലീഷൻ പ്രോസസ് ആണ്. Chlorofluorocarbons, when first used in air conditioning and refrigeration system, were valued for their non-toxic and stable properties. The highly stable CFC introduced in the lower troposphere passes through the zone without any change and reach the stratosphere. Here, they are impacted by UV radiation and release destructive chlorine atoms. So, അടുത്ത് പറയാനായിട്ട് പോകുന്നത് ഓസോൺ ഡിപ്ലീഷൻ പ്രോസസ് ആണ്. നമ്മൾ മുന്നേ ഒക്കെ നമ്മുടെ എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേറ്റിംഗ് സിസ്റ്റത്തിൽ ക്ലോറോഫ്ലൂറോ കാർബൺസ് അല്ലെങ്കിൽ CFC യൂസ് ചെയ്തിട്ടുണ്ട്. ഈ CFC എന്ന് പറയുന്നത് നോൺ ടോക്സിക് ആൻഡ് സ്റ്റേബിൾ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കമ്പോണന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള CFC നമ്മുടെ ലോവർ അറ്റ്മോസ്ഫിയർ ആയ ട്രോപ്പോസ്ഫിയർ എത്തിച്ചേരുകയും അവിടെ നിന്ന് സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ ലെയറിൽ എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ ഓസോൺ ലെയറിൽ എത്തിച്ചേരുന്ന CFC സണ്ണിൽ നിന്നും വരുന്ന ഹാർംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈലി ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ റിലീസ് ചെയ്യും. ഈ ക്ലോറിൻ ആറ്റം നമ്മുടെ ഓസോണുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓസോൺ മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പോ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ ആറ്റംസ് ഓസോൺ ലെയറിലെ ഓസോണുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓസോണിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, ഓസോണിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓക്സിജൻ ആൻഡ് ClO ഈ രണ്ട് കോമ്പൗണ്ട്സും ഫോം ചെയ്യുന്നു. ഇതില് ClO റിയാക്ട്സ് വിത്ത് റാഡിക്കൽ ഓക്സിജൻ. ClO again നമ്മുടെ റാഡിക്കൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ക്ലോറിൻ മോർ ആൻഡ് മോർ ക്ലോറിൻ ആറ്റംസ് ഫോം ചെയ്യുന്നു.
ഓക്കെ, അങ്ങനെ കൂടുതൽ ക്ലോറിൻ ആറ്റംസ് ഫോം ചെയ്യുമ്പോൾ ഈ ക്ലോറിൻ ആറ്റംസ് again നമ്മുടെ ഓസോണുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ഓസോൺ ലെയറിനെ നശിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഓസോൺ ഡിപ്ലീഷൻ പ്രോസസ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മുന്നേ ഒക്കെ നമ്മൾ റെഫ്രിജറേറ്റേഴ്സിൽ നിന്നും എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ നിന്നും പുറത്തു വരുന്ന ഫ്ലൂറോ കാർബൺസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ട്രോപ്പോസ്ഫിയർ ലെയർ കടന്ന് സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ ലെയറിൽ എത്തുന്നു. അപ്പോ ഓസോൺ ലെയറിലെ സണ്ണിൽ നിന്നുള്ള ഹാർംഫുൾ UV റേഡിയേഷൻ ഫ്ലൂറോ കാർബൺസ് അബ്സോർബ് ചെയ്യുന്നു. ഫ്ലൂറോ കാർബൺസ് നമ്മുടെ അൾട്രാവയലറ്റ് റേസുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈലി ഡിസ്ട്രക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ ആറ്റംസ് ഫോം ചെയ്യുന്നു. ഈ ക്ലോറിൻ ആറ്റംസ് നമ്മുടെ ഓസോണുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സിജൻ ആൻഡ് ClO എന്ന രണ്ട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ClO എന്ന കോമ്പൗണ്ട് നമ്മുടെ ഓക്സിജൻ റാഡിക്കലുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ ആറ്റംസ് ആൻഡ് ഓക്സിജൻ ഫോം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ ആറ്റംസ് ഫോം ചെയ്യുന്നത് വഴി again നമ്മുടെ ഓസോണിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ CFC റെഫ്രിജറേറ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നിന്നും വരുന്ന ഫ്ലൂറോ കാർബൺസ് നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന ലെയർ എന്ന് പറയുന്നത് ഓസോൺ ലെയർ ആണ്. ഓസോൺ ലെയറിലെ ഓസോണുമായിട്ട് കമ്പൈൻ ചെയ്ത് ക്ലോറിൻ ആറ്റംസ് ഫോം ചെയ്യുന്നു. ഈ ക്ലോറിൻ ആറ്റംസ് again നമ്മുടെ ഓസോൺ ലെയറിനെ ഡിസ്ട്രക്ട് ചെയ്യും. ഓക്കെ, സോ ഓസോൺ ഡിപ്ലീഷൻ പ്രോസസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാലാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഓസോൺ ലെയറിൽ ക്ലോറിൻ ആറ്റംസിന്റെ എണ്ണം കൂടുന്നത് കാരണം നമ്മുടെ ഓസോൺ ലെയർ ഡിപ്ലീറ്റഡ് ആകുന്നതാണ്. അപ്പൊ അങ്ങനെ ഓസോൺ ലെയർ ഡിപ്ലീറ്റഡ് ആകുകയാണെങ്കിൽ ഓസോൺ ലെയറിലൂടെ ഈസിലി UV റേഡിയേഷൻ എർത്ത് സർഫസിലോട്ട് എത്തുന്നുണ്ട്. ഓക്കെ, then next ഓസോൺ ലെയർ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ഏതൊക്കെ സബ്സ്റ്റൻസസ് ആണ് ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യുന്നത് എന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ജസ്റ്റ് മെൻഷൻ ചെയ്യുന്ന ടേംസ് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് അറിഞ്ഞിരിക്കുക. CFC, HCFC, ഹാലോൺസ്, മീഥൈൽ ബ്രോമൈഡ്, കാർബൺ ടെട്രാക്ലോറൈഡ്, മീഥൈൽ ക്ലോറോഫോം. റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണേഴ്സ് പോലുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്ന ഈ സബ്സ്റ്റൻസസ് ആണ് നമ്മുടെ ഓസോൺ ഡിപ്ലീഷൻ, ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസസ്. സോ ദേ ആർ ടേംഡ് ആസ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്, ODS. Okay. Then next, various sources. various sources അതായത് ഈ ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമായ വേരിയസ് സോഴ്സസ് ആണ് തന്നിരിക്കുന്നത്. സോൾവെന്റ് ക്ലീനിങ് പ്രോഡക്ട്സ്, സ്റ്റെറിലൈസേഷൻ പ്രോഡക്ട്സ്, refrigeration and air conditioning, foam producing products, aerosols, other products including halogens. അപ്പോൾ ഇത്രയും സബ്സ്റ്റൻസിൽ നിന്നുമാണ് അറ്റ്മോസ്ഫിയറിക് എയറിൽ ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമായ സബ്സ്റ്റൻസസ് ഇവോൾവ് ആകുന്നത്. ഓക്കെ, the next effects of ozone layer depletion. ozone layer depleted ആവുമ്പോൾ ഓസോൺ ലെയറിലൂടെ സണ്ണിൽ നിന്നുള്ള ഹാർംഫുൾ UV റേസ് എർത്ത് സർഫസിൽ എത്തുകയാണ്. സോ ഇത് കാരണം ഉണ്ടാകുന്ന ഹാർംഫുൾ എഫക്ട്സ് ഏതൊക്കെയാണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് is skin cancer, then premature aging of the skin and other skin problems, cataracts and other eye damage, immune system suppression. So these are the effects caused by ozone layer depletion. Okay, ozone layer depleted ആകുന്നത് വഴി പല ഹെൽത്ത് ഇഫക്ട്സും ഹ്യൂമൻസിന് ഉണ്ടാവുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് ജസ്റ്റ് മെൻഷൻ ചെയ്തത്. The next, control measures. Make sure that technicians working on your car air conditioner, home air conditioner or refrigerator are certified by an EPA approved program to recover the refrigerant. അതായത് നമ്മുടെ എയർ കണ്ടീഷണറും റെഫ്രിജറേറ്ററും ഒക്കെ എന്തെങ്കിലും ഡാമേജ് പറ്റുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് വരുന്ന ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി സർട്ടിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ആയിരിക്കണം. സോ ദാറ്റ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ പ്രോപ്പർ ആയിട്ട് റെഫ്രിജറന്റിനെ റിക്കവർ ചെയ്യാനായിട്ട്, റെഫ്രിജറേറ്ററിലെ
അല്ലെങ്കിൽ എയർ കണ്ടീഷണറിലെ റെഫ്രിജറന്റിനെ പ്രോപ്പർ ആയിട്ട് റിക്കവർ ചെയ്ത് അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അത് പ്രോപ്പർ ആയിട്ട് റിക്കവർ ചെയ്ത് ഡിസ്പോസ് ചെയ്തില്ല എങ്കിൽ അതിൽ നിന്ന് പല ഹാംഫുൾ ആയിട്ടുള്ള, അതായത് ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമായിട്ടുള്ള സബ്സ്റ്റൻസസ് റിലീസ് ആവാം. Then next, have your car and home air conditioner units and refrigerator check for leaks when possible. Repair leaky air conditioning units before refilling them. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിലോ നമ്മുടെ കാറിലോ ഒക്കെ യൂസ് ചെയ്യുന്ന റെഫ്രിജറേഷൻ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് ഒക്കെ ലീക്ക് ഒന്നും ഇല്ലാതെ പ്രോപ്പർലി ഫങ്ഷനിങ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ലീക്സ് വിസിബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ റീഫിൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ലീക്ക് ഒക്കെ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ചെയ്തിരിക്കണം. Then last point, contact local authorities to properly dispose of refrigeration or air conditioning equipment. അപ്പോൾ റെഫ്രിജറേഷൻ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് എക്യുപ്മെന്റ്സ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു ലോക്കൽ അതോറിറ്റീനെ കോൺടാക്ട് ചെയ്ത് അത് പ്രോപ്പർ വേയിൽ തന്നെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. Then last, protect yourself against sunburn, minimize sun exposure during midday hours. Then next point എന്ന് പറയുന്നത്, കഴിയുന്നതും നമ്മളെ സൺബേണിൽ നിന്നും നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക. അതായത് മിഡ് ഡേ അവേഴ്സിൽ കഴിയുന്നതും സണ്ണുമായിട്ട് എക്സ്പോഷർ ആവാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ദീസ് ആർ ദി കൺട്രോൾ മെഷേഴ്സ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് ലോക്കൽ പൊല്യൂട്ടൻസ് ആൻഡ് ഗ്ലോബൽ പൊല്യൂട്ടൻസ്. ദെൻ ഓസോൺ ലെയർ ഡിപ്ലീഷൻ, എന്താണ് ഓസോണിന്റെ layer depletion process പറഞ്ഞു. Then effects of ozone layer depletion, ozone depletion substances ഏതൊക്കെയാണെന്ന് നോക്കി. Then control measures. So ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ 2 ടോപ്പിക്സും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. Thank you.